തൃശൂരിലെ തോൽവിക്ക് കാരണം പൂരമല്ല, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ സുരേഷ് ഗോപി ഇടം പിടിച്ചുവെന്നാണ് KPCC ഉപസമിതിയുടെ കണ്ടെത്തൽ. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ സുരേഷ് ഗോപി ജനമനസ്സുകൾ ഇടം പിടിച്ചെന്ന് KPCC ഉപസമിതി വിലയിരുത്തുന്നു. തൃശൂരിലെ തോൽവിയെക്കുറിച്ച് പഠിക്കാൻ KPCC നിയോഗിച്ച ഉപസമിതിയുടെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. തൃശൂരിലെ തോൽവിക്ക് മുഖ്യ കാരണം പൂരമല്ലെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ടി സിദ്ദിഖ് MLA, കെ.സി. ജോസഫ്, ആർ. ചന്ദ്രശേഖർ എന്നിവരാണ് തെരഞ്ഞെടുപ്പ് തോൽവി പരിശോധിക്കാൻ നിയോഗിച്ച ഉപസമിതി അംഗങ്ങൾ. ബൂത്തുതല പ്രചരണം അമ്പെ പരാജയപ്പെട്ടു. കൂടുതൽ വോട്ടർമാരെ ചേർക്കുന്നതിലും കോൺഗ്രസ് പരാജയപ്പെട്ടു. മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തനത്തിലും വീഴ്ച സംഭവിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. CPM-ന്റെയും CPI-യുടെയും മുതിർന്ന നേതാക്കളുടെ അടക്കം ബൂത്തുകളിൽ BJP ലീഡ് ചെയ്തു. TN പ്രതാപൻ മത്സരത്തിനില്ലെന്ന് നേരത്തെ പ്രഖ്യാപിച്ചത് തോൽവിക്ക് കാരണമായി. പ്രതാപന്റെ പിന്മാറ്റം സുരേഷ് ഗോപി പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. കെ മുരളീധരനെ വടകരയിൽ നിന്നും തൃശൂരിലെത്തിച്ച് BJPക്കെതിരായ പോരാട്ടമെന്ന പ്രതീതി സൃഷ്ടിച്ചെങ്കിലും അത് വിജയം കണ്ടില്ല. മത്സരിക്കാനില്ലെന്ന് TN പ്രതാപൻ നേരത്തെ പറഞ്ഞതും മണ്ഡലം ബ്ലോക്ക് പുനഃസംഘടനയിലുണ്ടായ വീഴ്ചയുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയായതെന്ന് KPCC നിയോഗിച്ച ഉപസമിതിക്ക് മുന്നിൽ നേരത്തെ നേതാക്കൾ മൊഴി നൽകിയിരുന്നു. മണ്ഡലം ബ്ലോക്ക് പുനഃസംഘടന നടത്തുമ്പോൾ പലയിടത്തും സ്വന്തക്കാരെ തിരികെ കയറ്റിയതിനെയും പലരും വിമർശിച്ചു. സ്ഥാനാർത്ഥി എന്ന രീതിയിൽ കെ മുരളീധരൻ തൃശൂരിലെ നേതാക്കൾ പ്രതീക്ഷിച്ച പ്രകടനം നടത്തിയില്ലെന്നും അഭിപ്രായമുയർന്നു. DCC, KPCC ഭാരവാഹികളെയും ബ്ലോക്ക് പ്രസിഡന്റുമാരെയും കണ്ടാണ് സമിതി വിവരങ്ങൾ ശേഖരിച്ചത്. ഒറ്റയ്ക്ക് കാണണമെന്ന് ആവശ്യപ്പെട്ടവർക്ക് അതിനും അവസരം നൽകി. ഏതായാലും ഇതോടെ പൂരം കലക്കിയതുകൊണ്ടാണ് സുരേഷ് ഗോപി വിജയിച്ചതെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാദങ്ങൾക്ക് പോലും തിരിച്ചടിയാവുകയാണ് ഇപ്പോഴുള്ള ഉപസമിതിയുടെ കണ്ടെത്തൽ.